നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഗതാഗത വകുപ്പിന്റെ പരിശോധനയിൽ വീഴ്ച കണ്ടെത്തിയ 10,000-ലധികം വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് റദ്ദാക്കിയത്. ലൈസൻസ് അനുവദിച്ചപ്പോഴുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത്. ഗതാഗതക്കുരുക്ക് പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ ആഭ്യന്തര മന്ത്രാലയം കർശനമാക്കുന്നത്. വ്യക്തികൾ ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറിയില്ലെങ്കിൽ മൊബൈൽ ID, സഹേൽ എന്നീ ആപ്ലിക്കേഷൻ വഴി ലൈസൻസുകൾ പിൻവലിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ പിടികൂടി നാട് കടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ നിബന്ധനകൾ കർശനമാക്കുന്നതോടെ ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് റദ്ദാക്കുക. ഈ വർഷം അവസാനത്തോടെ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധന പൂർത്തിയാക്കുമെന്നാണ് ട്രാഫിക് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കുറഞ്ഞത് 2 വർഷം കുവൈത്തിൽ ജോലി ചെയ്യുകയും 600 ദിനാർ ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ബിരുദധാരിയായ അപേക്ഷകർക്കാണ് ലൈസൻസ് അനുവദിക്കുന്നത്. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് പകരമായി കൈക്കൂലി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാൾക്കെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയ ശേഷം ട്രാഫിക് ഉദ്യോഗസ്ഥനെ ജയിലിലടയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിടുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രവാസികളായ മറ്റ് 6 പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും ഉത്തരവിട്ടിരുന്നു. കൈക്കൂലി, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ ചുമത്തിയിട്ടുള്ളത്. അതുപോലെ നിലവിലെ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ നിബന്ധനകൾ ഏറെയാണ്. എന്നാൽ ഇത്തരത്തിൽ ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലേക്ക് മടങ്ങിയ ശേഷം പുതിയ വിസയിൽ വീണ്ടും സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം പുതിയത് നേടാനാകുമെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാഫിക് ഓഫീസിലെത്തി പഴയ ലൈസൻസ് പുതിയ ഇഖാമ നമ്പറിൽ തരണമെന്ന അപേക്ഷ നൽകിയാൽ മതിയാകും. ഡ്രൈവിംഗ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വൈദ്യപരിശോധന റിപ്പോർട്ട് സഹിതം അപേക്ഷ സമർപ്പിക്കുകയും വേണം. വിസിറ്റ് വിസയിൽ സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്ക് സാധുതയുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വിദേശ ലൈസൻസ് ഉപയോഗിച്ച് 1 വർഷത്തേക്കോ ലൈസൻസ് കാലാവധി തീരുന്ന സമയം വരേക്കോ രാജ്യത്ത് വാഹനം ഓടിക്കാവുന്നതാണ്. സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മയക്കുമരുന്ന് ഉപയോഗത്തിനോ അവ കൈവശം വെക്കലിനോ ശിക്ഷിക്കപ്പെട്ടവർക്ക് ലൈസൻസ് അനുവദിക്കില്ല. വാഹനം ഓടിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ, വൈകല്യങ്ങൾ എന്നിവയുള്ളവർക്കും ലൈസൻസിന് അപേക്ഷിക്കാനാവില്ലെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.